പ്രൈസ് ലോർഡ്. ദൈവത്തിന് സ്തോത്രം. ഇന്നത്തെ ദൈവവചന ചിന്തയ്ക്കായിട്ട് അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം 20-ാം അധ്യായം അതിൻ്റെ 18-19 വാക്യം. അപ്പോസ്തല പ്രവൃത്തി 20-ന്റെ 18-19. ആമേൻ. സ്തോത്രം. അത്രയും മതി. ഞാനിങ്ങനെ ചിന്തിച്ചപ്പം എൻ്റെ ഹൃദയത്തിൽ വന്നൊരു ചിന്തയായിരുന്നു. അപ്പോസ്തല പ്രവൃത്തികളൊക്കെ ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടിരുന്നപ്പം നമുക്കറിയാവുന്ന വേദഭാഗമാണ്. ഇതൊരു ഓർമ്മപ്പെടുത്തൽ എന്ന നിലയിൽ ചിന്തിക്കാനാണ് ആഗ്രഹിക്കുന്നത്. നമ്മൾ വായിച്ച വേദഭാഗം എന്ന് പറയുന്നത് അപ്പോസ്തല പ്രവൃത്തി. ഇതൊരു ചരിത്ര പുസ്തകമായതുകൊണ്ട് ഒരു സ്റ്റോറി പോലെ വേണം ഇത് പറഞ്ഞു പോകാൻ. അപ്പം അതുകൊണ്ട് നിങ്ങളാരും ബോറടിക്കരുത്, വളരെ ശ്രദ്ധയോടെ ആയിരിക്കാം. ദൈവത്തിൻ്റെ ആത്മാവ് നമ്മളോട് സംസാരിക്കും. 20-ാം അധ്യായത്തിൽ എഫേസ്യയിലുള്ള ലീഡേഴ്സിനോട് പൗലോസ് പറയുന്ന ഭേദഭാഗമായത്. പൗലോസ് അപ്പോസ്തലൻ അവരോട് പറയുന്നത്, ഞാൻ ആസ്യയിൽ വന്ന 1-ാം നാൾ മുതൽ എല്ലായ്പ്പോഴും നിങ്ങളോടുകൂടെ എങ്ങനെ ഇരുന്നുവെന്നും വളരെ താഴ്മയോടും കണ്ണീരോടും കൂടെ യഹൂദന്മാരുടെ കൂട്ടുകെട്ടുകളാൽ എനിക്കുണ്ടായ കഷ്ടങ്ങളോടും കൂടെ. അപ്പം പൗലോസ് പറയുന്നൊരു വാചകമാണ്, ഞാൻ നിങ്ങളുടെ ഇടയിൽ എങ്ങനെ ഇരുന്നു. ഹൗ ഐ ലീവ്ഡ് എമംഗ് യു. നിങ്ങളുടെ ഇടയിൽ ഞാൻ എങ്ങനെയാണ് ജീവിച്ചത്. അപ്പോൾ പൗലോസ് അപ്പോസ്തലൻ അവരുടെ മുമ്പിൽ വയ്ക്കുന്ന ഒരു ജീവിതമുണ്ട്. നമ്മൾ അപ്പോസ്തല പ്രവൃത്തി, നമ്മൾ ലേഖനങ്ങളൊക്കെ വായിക്കുമ്പം ഒത്തിരി അനുഭവങ്ങളുണ്ട്. തൻ്റെ ജീവിത ശൈലി, കഷ്ടതയിലൂടെ കടന്നുപോയി, തൻ്റെ സഹനം, തൻ്റെ ഹാർഡ് വർക്കിംഗ്, തന്നിലുള്ള പ്രത്യാശ, മറ്റുള്ളവർക്ക് ആശ്വാസം, അത് ഓരോന്നെടുത്ത് പഠിച്ചാൽ നമുക്ക് തീരത്തില്ല. ഇത് വലിയൊരു ടോപ്പിക്കാണ്. പക്ഷേ പൗലോസ് എപ്പോഴും പ്രാഗൽഭ്യത്തോടെ പറയുന്ന, ഞാൻ 23-ാം അപ്പോസ്തല പ്രവൃത്തി 23-ൽ പറയുന്നത്, എനിക്ക് ദൈവത്തോട് നല്ല ശുദ്ധ മനസ്സാക്ഷി ഉണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. അപ്പം വളരെ തൻ്റെ പ്രവൃത്തിയിലും തൻ്റെ പ്രസംഗത്തിലും എല്ലാം താൻ മുമ്പോട്ട് വെച്ചൊരു ജീവിതം ഉണ്ടായിരുന്നു. അപ്പം പൗലോസിനെ കുറിച്ച് പറയുമ്പോൾ നമ്മൾ കാണുന്നത് കഷ്ടതയാണ് ഏറ്റവും കൂടുതൽ പൗലോസിനെ കുറിച്ച് പറയുന്നത്. അപ്പം ഞാൻ അതിൻ്റെ ഒരു ഭാഗം, നമുക്ക് പരിചയമുള്ള വേദഭാഗങ്ങൾ തന്നെ ഒരു ഓർമ്മപ്പെടുത്തൽ എന്ന നിലയിൽ ഇതിനെ കണ്ട് നമുക്ക് ചിന്തിക്കാം. അപ്പം പൗലോസിൻ്റെ ആ കഷ്ടതയുടെ ഒരു ചെറിയ ഭാഗങ്ങൾ ഇന്ന് ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നത്. നമ്മൾ അപ്പോസ്തല പ്രവൃത്തി 13-ാം അധ്യായത്തിൽ 13-ന്റെ എല്ലാ വാക്യങ്ങളും ഒന്നും വായിക്കുന്നില്ല, പക്ഷേ ചില വാക്യങ്ങൾ വായിക്കേണ്ടിയിരിക്കുന്നു. 13-ാം അധ്യായം അതിൻ്റെ 2-3 വാക്യങ്ങൾ. അവർ കർത്താവിനെ ആരാധിച്ചും ഉപവസിച്ചും കൊണ്ടിരിക്കുമ്പോൾ ഞാൻ ബർന്നബാസിനെയും ശൗലിനെയും വിളിച്ചിരിക്കുന്ന വേലയ്ക്കായി അവരെ എനിക്ക് വേർതിരിക്കുവിൻ എന്ന് പരിശുദ്ധാത്മാവ് പറഞ്ഞു. സ്തോത്രം. അങ്ങനെ നമ്മൾ 13-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നത് ബർന്നബാസിനെയും ശൗലിനെയും പരിശുദ്ധാത്മാവ്, അവിടെ നടക്കുന്ന ഒരു ഉപവാസ പ്രാർത്ഥനയുടെയും ആരാധനയുടെയും ഇടയ്ക്ക് പരിശുദ്ധാത്മാവ് പറയുകയാണ്, ഇവരെ ദൈവത്തിൻ്റെ വേലയ്ക്ക് വേണ്ടി വേർതിരിപ്പീനെന്ന്. അപ്പം അതിന് മുമ്പത്തെ ഭാഗങ്ങളൊക്കെ വായിക്കുമ്പം നമുക്കറിയാം, പൗലോസ് രക്ഷിക്കപ്പെട്ടു, സ്നാനപ്പെട്ടു, ദൈവത്തിന് വേണ്ടി പ്രയോജനപ്പെട്ടുകൊണ്ടിരിക്കുക. പക്ഷേ തന്നെ ഒഫീഷ്യലായിട്ട് കർത്താവിൻ്റെ വേലയ്ക്ക് വേണ്ടി വിടുന്നത് സഭയാണ്. അപ്പോൾ അവരുടെ ഉപവാസ പ്രാർത്ഥനകളും ആരാധനകളും ഒക്കെ നമുക്കൊരു എക്സാമ്പിളാണ്. അതായത് പൗലോസും ബർന്നബാസും ദൈവത്തിൻ്റെ ശുശ്രൂഷയ്ക്ക് വേണ്ടി റെഡിയായപ്പം അവിടെ ഒരു സഭയും റെഡിയായിരുന്നു അവരെ പറഞ്ഞയക്കാൻ. അവരും എക്യുപ്ഡായിരുന്നു. അപ്പം നമ്മുടെ ഉപവാസ പ്രാർത്ഥനകളും ആരാധനകളും ഇനിയും അങ്ങനെ ആകട്ടെ, നമുക്ക് വിശ്വാസത്താൽ പ്രാർത്ഥിക്കാം. നമ്മുടെ ഇടയിൽ ഇങ്ങനെ കർത്താവിൻ്റെ വേലയ്ക്ക് വേണ്ടി ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ സഭയ്ക്കൊരു അതോറിറ്റിയുണ്ട്. പരിശുദ്ധാത്മാവ് നമ്മളോട് പറയും, നമ്മൾ അവരെ പറഞ്ഞയക്കും. ഈ ദിവസങ്ങളിൽ അങ്ങനെ സംഭവിക്കണം. നമുക്ക് വിശ്വാസത്തോടെ പ്രാർത്ഥിക്കാം. നമ്മുടെ സഭയും അങ്ങനെ ആകട്ടെ. നമുക്ക് പ്രാർത്ഥനയോടെ നമുക്ക് ദിവസനതിയിലായിരിക്കാം. അപ്പം പരിശുദ്ധാത്മാവാണ് അവരെ വിളിച്ചു വേർതിരിച്ചത്. വളരെ സ്പെസിഫിക് ആയിട്ട് ദൈവാത്മാവ് പറഞ്ഞിട്ട് അവർ കർത്താവിൻ്റെ വേലയ്ക്ക് വേണ്ടി ഇറങ്ങുക. അപ്പം നമ്മൾ വായിക്കുമ്പോൾ ഇത് പൗലോസിൻ്റെ 1-ാം മിഷണറി യാത്രയാണ്. കർത്താവ് പറഞ്ഞയക്കുമ്പോൾ അന്ത്യോക്യയിലും ഒക്കെ അവർ ഇങ്ങനെ ദൈവത്തിൻ്റെ കർത്താവിൻ്റെ വേലയൊക്കെ ചെയ്തു. ഇങ്ങനെ പറഞ്ഞ് അവർ 14-ാം അധ്യായത്തിൽ നമ്മൾ വരുമ്പം അവർ ഇക്കോനി എന്ന് പറയുന്നൊരു സ്ഥലത്തോട്ട് പോവുക. 14-ാം അധ്യായത്തിൽ, അതായത് യഹൂദന്മാർ അന്ത്യോക്യയിൽ വെച്ചിട്ട് പൗലോസിനെയൊക്കെ അവരെ റിജക്റ്റ് ചെയ്യുക. അപ്പോൾ അവർ യവനന്മാരുടെ ജാതികളുടെ ഇടയിലോട്ട് പോയി ഇക്കോനിയയിലോട്ട് പൗലോസ് പോവുക. പൗലോസ് അവിടെ ചെല്ലുമ്പം പരിശുദ്ധാത്മാവ് പറഞ്ഞിട്ട് ഇവരുടെ യാത്രയെല്ലാം 1-ാം മിഷണറി യാത്രയാണ്. അവർ ഇക്കോനിയിൽ ചെന്നപ്പം
പിന്നെ അവിടെ ദൈവത്തിൻ്റെ വേലയൊക്കെ ചെയ്തു. താഴെ നമ്മൾ 8-ാം അധ്യായത്തിൽ വായിക്കുമ്പോൾ അവർ ലുസ്ത്രയിലാണ് ചെല്ലുന്നത്. ലുസ്ത്രയിൽ ചെല്ലുമ്പോൾ ഒരു വലിയൊരു അത്ഭുതം നടക്കുന്നു. അവിടെ അമ്മയുടെ ഗർഭപാത്രം മുതൽ മുടന്തനായിരുന്ന, കാലിന് ശക്തിയില്ലാത്ത ഒരാൾക്കൊരു വലിയൊരു വിടുതൽ അവിടെ നടന്നു. അപ്പം വിടുതൽ നടന്നപ്പം അതിൻ്റെ 12-ാം വാക്യത്തിൽ 14:12 അവിടെ ഉണ്ടായിരുന്ന ആൾക്കാർ ബർന്നബാസിനെ ഇന്ദ്രനെന്നും പൗലോസിനെ ബുധനെന്നും ഒക്കെ പേര് വിളിച്ചിട്ട് അവർക്ക് വേണ്ടി യാഗം കഴിപ്പാൻ. അപ്പോൾ അവർ പൗലോസിനെയും ഇവരെ അങ്ങ് പുകഴ്ത്തുക ഭയങ്കരമായിട്ട്. നിങ്ങൾ ചെയ്ത വലിയ മിറക്കിൾ കണ്ടിട്ട് അവരെ പുകഴ്ത്തി പറഞ്ഞു. പക്ഷേ 19-ാമത്തെ വാക്യത്തിൽ വരുമ്പം അതിന് തൊട്ട് മുമ്പ് നമ്മളിങ്ങനെ വായിക്കുന്നു, കുറച്ച് യഹൂദന്മാർ വന്നിട്ട് ഈ ജനത്തെ ഇളക്കിക്കഴിഞ്ഞപ്പോൾ അവരെന്തോ ചെയ്തു? എന്നാൽ അന്ത്യോക്യയിൽ നിന്നും ഇക്കോനിയയിൽ നിന്നും യഹൂദന്മാർ വന്നുകൂടി. അതിൻ്റെ 19-ാമത്തെ വാക്യ, പുരുഷാരത്തെ വശത്താക്കി പൗലോസിനെ കല്ലെറിഞ്ഞു, അവൻ മരിച്ചു എന്ന് വിചാരിച്ചിട്ട് അവനെ പട്ടണത്തിന് പുറത്തേക്ക് ഇഴച്ചു കളഞ്ഞു. അപ്പം മനുഷ്യർ നമ്മളെ ഇന്ന് പുകഴ്ത്തും, നാളെ തള്ളിപ്പറയും. അത് മനുഷ്യൻ്റെ നേച്ചർ, അതിനകത്ത് നമുക്ക് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. പക്ഷെ പൗലോസ് അവരതൊന്നും അല്ലായിരുന്നു. ഇപ്പം നമ്മൾ ചിന്തിക്കുക, പരിശുദ്ധാത്മാവ് പറഞ്ഞു വിട്ടു, അവർ കർത്താവിൻ്റെ വേല ചെയ്യുന്നു. പക്ഷേ ഇന്നിപ്പം താൻ മരിച്ചു എന്ന് വിചാരിച്ച് അവർ വലിച്ചഴിച്ചുകൊണ്ട് പോവുക. അപ്പം താൻ വലിയൊരു കഷ്ടതയിലാണ് കടന്നു പോകുന്നത്. അപ്പോൾ പരിശുദ്ധാത്മാവ് പറഞ്ഞു വിട്ട് അയക്കുമ്പോൾ നമുക്ക് കഷ്ടത ഉണ്ടാവുമോ? തീർച്ചയായിട്ടും ഉണ്ടാവും. അപ്പം നമ്മൾ ചിന്തിക്കുക, അപ്പം ഞാൻ ചിന്തിച്ചൊരു ഭാഗം എന്ന് പറയുന്നത്, കഷ്ടതയിൽ നമുക്ക് എന്താ ആവുന്നേ? നമ്മൾ റോമാലേഖനത്തിൽ വായിക്കുന്നത് കഷ്ടത സഹിഷ്ണുതയും, സഹിഷ്ണുത സിദ്ധതയും, അത് പ്രത്യാശയും ഉളവാക്കുന്നു. നമ്മളിൽ കഷ്ടങ്ങളിലും നാം സന്തോഷിക്കുന്നു, റോമാലേഖനത്തിൽ പറയുന്ന 5-ാം അധ്യായത്തിൽ. അപ്പം പൗലോസ് എന്നൊരു വ്യക്തിയിൽ തന്നെ ആത്മീയമായി തന്നെ ബലപ്പെടുത്തുന്നു ആ കഷ്ടത. താൻ ക്രിസ്തുവിനെ പോലെയാകുന്നു. കൊരിന്ത്യ ലേഖനത്തിൽ നമ്മൾ വായിക്കുന്നത് ആശ്വാസം, ആ കഷ്ടതയിൽ തനിക്ക് ലഭിക്കുന്ന ആശ്വാസം മറ്റുള്ളവർക്ക് ആശ്വാസം പറഞ്ഞു കൊടുക്കത്തക്കവണ്ണം തന്നെയും ബലപ്പെടുത്തി. അപ്പം വ്യക്തിപരമായിട്ട് തന്നെ ബലപ്പെടുത്തുന്നു. നിത്യതയ്ക്കായി പൗലോസിനെ ഈ കഷ്ടതകളൊക്കെ ഒരുക്കി. പക്ഷേ അതിനകത്തൊരു ഭാഗം കൂടെ നമ്മൾ ശ്രദ്ധിക്കുമ്പം, പൗലോസ് എന്നൊരു ആത്മീയ ഭക്തന് ഈ കഷ്ടതകളിൽ കൂടെയുള്ള ലാഭം എന്താ? തൻ്റെ ശുശ്രൂഷയിൽ തനിക്ക് കിട്ടിയ ലാഭം എന്താ? ആ ലാഭം എന്ന് പറയുന്നതാണ് തിമോത്തിയോസ്. ഈ ലുസ്ത്രയിൽ നിന്നാണ് തിമോത്തിയോസ് രക്ഷിക്കപ്പെട്ടു വരുന്നത്. അപ്പോൾ പൗലോസിനോട് നമ്മൾ ചോദിച്ചാൽ, പൗലോസ് ഈ കഷ്ടതകളുടെയൊക്കെ നിങ്ങളുടെ ലാഭം എന്താണെന്ന് ചോദിച്ചാൽ പൗലോസ് പറയും, എൻ്റെ ആത്മീക കാഴ്ചപ്പാടുകൾ അതുപോലെ ഉൾക്കൊള്ളുവാൻ കഴിയുന്നൊരു ഭക്തനെ എനിക്ക് കിട്ടി. അപ്പോൾ അത് ചെറിയ കാര്യമൊന്നുമല്ല. അത് പൗലോസ് അപ്പം അതിൻ്റെ 22-ാം അധ്യായത്തിൽ 22-ാമത്തെ വാക്യത്തിൽ പൗലോസ് ഇങ്ങനെ പറയുന്നു, വിശ്വാസത്തിൽ നിലനിൽക്കണമെന്ന് നാം അനേക കഷ്ടങ്ങളിൽ കൂടി ദൈവരാജ്യത്തിൽ കടക്കേണ്ടതാകുന്നു എന്നും പ്രബോധിപ്പിച്ച് ശിഷ്യന്മാരുടെ മനസ്സ് ഉറപ്പിച്ചു പോന്നു. അപ്പം തീമോത്തിയോസ് രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് വന്നത് എങ്ങനെയാ? ഇന്നത്തെ പ്രോസ്പിരിറ്റിക്കാർ പറയുന്നത് പോലെ വിടുതൽ കണ്ടിട്ടൊന്നുമല്ല, ശക്തമായ പച്ചയായ സുവിശേഷമായിരുന്നു. അതായത് കഷ്ടം, ഈ യേശുവിനെ അറിഞ്ഞാൽ നിനക്ക് കഷ്ടമുണ്ട്, നിന്നെ തല്ലിക്കൊന്ന് വിടും. ശക്തമായി അത് കണ്ടിട്ട് ഒരു ചെറുപ്പക്കാരൻ പൗലോസിൻ്റെ അനുകാരിയായിട്ട് മാറണമെങ്കിൽ എന്താ ദൈവത്തിൻ്റെ ശക്തി? അതാ പൗലോസിൻ്റെ ലാഭം. അത് 2 തീമോത്തിയോസിൻ്റെ ലേഖനം വായിച്ചട്ടെ. 2 തീമോത്തിയോസിൻ്റെ ലേഖനം 3-ാം അധ്യായം. 2 തീമോത്തിയോസ് 3-ാം അധ്യായം അതിൻ്റെ 10, 11, 12 വാക്യങ്ങളൊന്ന് വായിച്ചേ. നീയോ എൻ്റെ ഉപദേശം, നടപ്പ്, ഉദ്ദേശം, വിശ്വാസം, ദീർഘക്ഷമ, സ്നേഹം, സഹിഷ്ണുത എന്നിവയും അന്ത്യോക്യയിലും ഇക്കോന്യയിലും ലുസ്ത്രയിലും എനിക്ക് സംഭവിച്ച ഉപദ്രവവും കഷ്ടാനുഭവവും കണ്ടറിഞ്ഞിരിക്കുന്നു. ഞാൻ എന്തെല്ലാം ഉപദ്രവം സഹിച്ചു, അതിലെല്ലാറ്റിൽ നിന്നും കർത്താവ് എന്നെ വിടുവിച്ചു. എന്നാൽ ക്രിസ്തുവേശുവിൽ ഭക്തിയോടെ ജീവിക്കുവാൻ മനസ്സുള്ളവർക്ക് എല്ലാ ഉപദ്രവവും ഉണ്ടാകും. ആമേൻ, സ്തോത്രം. ഇപ്പോൾ പൗലോസ് വീണ്ടും അത് തിമോത്തിയോസിനോട് പറയാം, തിമോത്തിയോസെ നീ കണ്ടതാ എൻ്റെ കഷ്ടം, ലുസ്ത്രയിൽ ഞാൻ അനുഭവിച്ച കഷ്ടം നീ കണ്ടതാ. ഭക്തിയോടെ ജീവിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് ഈ ഭൂമിയിൽ കഷ്ടതയുണ്ട്. അപ്പം പൗലോസ് എന്ന് പറയുന്ന ആത്മീയ മനുഷ്യന് തൻ്റെ ഈ കഷ്ടതകളിൽ ലഭിച്ചൊരു ആത്മീയ അനുഭവമായിരുന്നു, ഒരു ദൈവത്തിൻ്റെ ഒരു പ്രത്യേകമായ തിരിച്ചറിയപ്പെടാതെ പോയ ഒരു ലാഭമായിരുന്നു തീമോത്തിയോസ്. 2 നമ്മൾ ഇങ്ങോട്ട് വായിക്കുമ്പം പിന്നീട് തൻ്റെ 2-ാം മിഷണറി യാത്രയെക്കുറിച്ച് പറയുന്നുണ്ട്. അത് 16-ാം അധ്യായത്തിലാണ്. അന്ന് തീമോത്തിയോസും കൂടെയുണ്ട്. 16-ാം അധ്യായത്തിൽ അതിൻ്റെ 6-ാം വാക്യത്തിൽ നമ്മളിങ്ങനെയാണ് വായിക്കുന്നത്. അവർ ആസിയയിൽ
പ്രസംഗിക്കരുതെന്ന് പരിശുദ്ധാത്മാവ് വിലക്കുകയാൽ. മതി. അപ്പം ആസ്യയിലെത്തി. ആസ്യയിൽ ദൈവവചനം പ്രസംഗിക്കരുതെന്ന് പരിശുദ്ധാത്മാവ് പറഞ്ഞു. അതിൻ്റെ 9-ാം വാക്യത്തിൽ അന്ന് രാത്രിയിൽ മക്കതോനിയക്കാരനായ ഒരു പുരുഷൻ അരികിൽ വന്ന് മക്കതോനിയക്കിൽ വന്ന് ഞങ്ങളെ സഹായിക്കണമെന്ന് പറഞ്ഞു. അപ്പോൾ പരിശുദ്ധാത്മാ എന്നിട്ട് ഈ ദർശനം കണ്ടിട്ട് അവരോട് സുവിശേഷം അറിയിക്കുവാൻ ദൈവം ഞങ്ങളെ വിളിച്ചിരിക്കുന്നു എന്ന് നിശ്ചയിച്ച് ഞങ്ങൾ ഉടനെ മക്കതോന്യയ്ക്ക് പുറപ്പെടുവാൻ ശ്രമിച്ചു. അപ്പം സെക്കൻഡ് ടൈമും പരിശുദ്ധാത്മാവ് വളരെ വ്യക്തമായിട്ട് പൗലോസിനോട് പറയുക, നീ മക്കതോന്യയ്ക്ക് പോകണം. അപ്പം ദൈവത്തിൻ്റെ ശബ്ദം കേട്ടുകൊണ്ട് യാത്ര ചെയ്യുക. അപ്പം മക്കതോനിയയിലോട്ട് ചെല്ലുമ്പം 11-ാം അധ്യായത്തിലാണ് അവർ മക്കതോനിയയിൽ ഫിലിപ്പിയ പട്ടണത്തിലാണ് ചെല്ലുന്നത്. ഫിലിപ്പിയയിൽ ചെല്ലുമ്പോൾ എന്ത് സംഭവിക്കുന്നത്? അവിടെയാണ് ലുദിയയുടെ ഹൃദയം തുറക്കുന്നത്, അല്ലേ? ലുദിയയുടെ ഹൃദയം തുറന്നു. എന്നിട്ട് പൗലോസ് നമ്മൾ 16-ാം വാക്യം ഒക്കെ വായിക്കുമ്പോൾ കർത്താവിനെ കുറിച്ചൊക്കെ പറയുമ്പം അതിൻ്റെ 22-ാമത്തെ വാക്യത്തിനകത്ത് ഇങ്ങനെയാണ് കാണുന്നത്: പുരുഷാരം അവരുടെ നേരെ ഇളകി, അധിപതികൾ അവരുടെ വസ്ത്രം പറിച്ചുരിഞ്ഞു, കോൽ കൊണ്ട് അവരെ അടിക്കുവാൻ കൽപ്പിച്ചു. അവരെ വളരെ അടുപ്പിച്ച ശേഷം തടവിലാക്കി കാരാഗൃഹ പ്രമാണിയോട് അവരെ സൂക്ഷ്മതയോടെ കാക്കുവാൻ കൽപ്പിച്ചു. അപ്പം ഒന്ന് ചിന്തിച്ചേ, പരിശുദ്ധാത്മാവ് പറഞ്ഞു വിട്ടിട്ട് പോയ പൗലോസിന് അവിടെയും കിട്ടുന്നത് അടിയും ഉപദ്രവവുമാണ്. എന്താ ലാഭം പൗലോസേ? എന്താ ലാഭമുള്ളേ? ലാഭമാണ് ഫിലിപ്പിയ ലേഖനം നമ്മൾ വായിക്കുമ്പോൾ. ഫിലിപ്പിയ ലേഖനം അതിൻ്റെ ഫിലിപ്പിയ ലേഖനം 3-ാം അധ്യായമാണെന്ന് തോന്നും. ഫിലിപ്പിയ ലേഖനം 4-ാം അധ്യായം അതിൻ്റെ 15-ാമത്തെ വാക്യം. ഫിലിപ്പിയ ലേഖനം 4-ാം അധ്യായം 15-ാമത്തെ വാക്യം. ആമേൻ, സ്തോത്രം. ഇപ്പോൾ പൗലോസിൻ്റെ ലാഭം എന്ന് പറയുന്നത് തൻ്റെ 3-ാം മിഷണറി യാത്രയ്ക്ക് തന്നെ സപ്പോർട്ട് ചെയ്തൊരു ചർച്ച് ഫിലിപ്പിയിലുണ്ടായി. അപ്പോൾ തിരിച്ചറിഞ്ഞു. അപ്പോൾ പൗലോസിൻ്റെ ലാഭം, അപ്പം നമ്മൾ തിമോത്തിയോസിൻ്റെ ലേഖനത്തിൽ നമ്മൾ വായിച്ചത് കർത്താവ് കഷ്ടതകളിൽ നിന്നെല്ലാം വിടുതൽ ശക്തമായിട്ട് കൊടുത്തു. ഇതിൽ നിന്നൊക്കെ കർത്താവ് തന്നെ വിടുവിച്ചു. പക്ഷേ പൗലോസ് ചിന്തിച്ച് നോക്കുമ്പം ആ കഷ്ടതകളിൽ ദൈവം കൊടുത്ത ഒത്തിരി ആത്മീയ ലാഭങ്ങളുണ്ട്. പലപ്പോഴും നമ്മൾ അത് തിരിച്ചറിയാതെ പോകും. നമ്മളൊന്ന് ചിന്തിച്ച് നോക്കേ, നമ്മളെ കഷ്ടതയിലൂടെ കടന്നു പോയപ്പം ദൈവം നൽകി തന്ന ആത്മീയ അനുഭവങ്ങൾ എന്തു വലുതാണ്. പൗലോസിന് കൊടുത്ത ആ ആത്മീയ അനുഭവങ്ങളാണ് തന്നെ മുമ്പോട്ട് നയിച്ചത്. തനിക്ക് കിട്ടിയ കാഴ്ചപ്പാട് അതുപോലെ ഉൾക്കൊള്ളാൻ പറ്റിയ ഒരു ശക്തനെ എഴുന്നേൽപ്പിച്ചത് ആ കഷ്ടതയിൽ നിന്നാണ്. മനസ്സിലായോ? ഫിലിപ്പിയ ലേഖനത്തിൽ വരുമ്പം തൻ്റെ അടുത്ത 3-ാം മിഷണറി യാത്രയ്ക്ക് സപ്പോർട്ട് ചെയ്യുന്നൊരു സഭ എഴുന്നേറ്റത് അവിടെ നിന്നാണ്. അപ്പം നമ്മുടെ കഷ്ടതകളിൽ പലപ്പോഴും നമ്മൾ തിരിച്ചറിയപ്പെടാതെ പോകുന്നൊരു ഭാഗമാണ്. ദൈവം നമ്മളെ അദൃശ്യമായി ഏൽപ്പിക്കുന്ന ചില ആത്മീയ അനുഭവങ്ങളുണ്ട്. പക്ഷേ നമ്മളെങ്ങനെ ചിന്തിക്കുന്നത്? നമ്മൾ വിടുതലിൻ്റെ പുറകെ പോകും. ആ കഷ്ടതയിൽ ഉണ്ടായിരുന്ന വിടുതലാണ് നമ്മുടെ ഇമ്പോർട്ടൻസ്. പക്ഷേ പൗലോസിനെ മുമ്പോട്ടുള്ള യാത്രയിൽ തിമോത്തിയോസിനോട് വളരെ വ്യക്തമായിട്ട് പറയുന്നത്, എനിക്കുണ്ടായ കഷ്ടത നീ ഓർത്തുകൊള്ളണം, ആ കഷ്ടത എന്തെന്ന് നീ അറിയണം. പലപ്പോഴും നമ്മൾ കഷ്ടതയിലൂടെയൊക്കെ കടന്നു പോകുമ്പോൾ ദൈവത്തോട് പ്രാർത്ഥിക്കും, ദൈവം വിടുതലൊക്കെ തരും. പക്ഷെ നമ്മുടെ ചിന്ത ആ കഷ്ടത നമ്മൾ മറന്നു. അന്ന് ദൈവം നമ്മളെ ഏൽപ്പിച്ച ശക്തിയേറിയ ആത്മീയ അനുഭവങ്ങളുണ്ട്. ദൈവമക്കളെ, ആ ദൈവിക അനുഭവമാണ് നമ്മളെ മുമ്പോട്ട് നയിക്കുന്നത്. അത് നമ്മൾ മറന്നുപോയാൽ എന്നെ പറ്റുമെന്നറിയാമോ? ഒരു ഭാഗമുണ്ട് പഴയ നിയമത്തിനകത്ത്, ഒത്തിരി എക്സാമ്പിൾസ് ഉണ്ട്. പക്ഷേ പഴയ നിയമത്തിനകത്ത് നമ്മൾ നോഹയുടെ ഭാഗം അറിയാം. നോഹയ്ക്ക് എന്ത്, ഞാൻ ആ ഭാഗം വായിക്കുന്നില്ല. നോഹയ്ക്ക് എന്താ സംഭവിച്ചത്? നോഹ ആ മ്ലേച്ഛതയുടെ മൂർധന്യാവസ്ഥയിൽ നിന്ന ഒരു തലമുറയിലാണ് ദൈവം അവനെ വിളിക്കുന്നത്, അല്ലേ? ദൈവം പറഞ്ഞു, നീ പെട്ടകം പണിയണം, അല്ലേ? അപ്പം ഒരു പൊട്ടനെ പോലെ, ഒരു ഭോഷനെ പോലെ ദൈവത്തിൻ്റെ ശബ്ദം കേട്ട് താൻ പോയി. അവിടെ പറയുന്നതൊന്നുമില്ല നോഹയ്ക്ക് കഷ്ടതയുണ്ടായെന്നോ പരിഹാസം ഉണ്ടായെന്നോ ഒന്നും പറയുന്നില്ല. പക്ഷേ വി ക്യാൻ അസ്യൂം ഒരുപക്ഷെ താനും ആ മ്ലേച്ഛന്മാരുടെ ഇടയിൽ വ്യത്യസ്തനായി ഒരു ഭ്രാന്തനെ പോലെ ആൾക്കാർ വന്ന് കളിയാക്കിയിരിക്കാം, നീ എന്താ ചെയ്തതെന്ന്. പക്ഷേ താൻ വിശ്വാസത്തോടെ ദൈവത്തിൻ്റെ ശബ്ദം കേട്ട് വളരെ കഷ്ടതയുടെ നടുവിൽ താനും കുടുംബവും ചെയ്തു, പെട്ടകം ഉണ്ടാക്കി, ദൈവം അവരെ വിടുവിച്ചു. പക്ഷേ ജെനസിസ് 9-ാം അധ്യായം നമ്മൾ വായിക്കുമ്പോൾ എന്ത് സംഭവിച്ചു? 9-ാം അധ്യായം 20-11. ഉൽപ്പത്തി പുസ്തകം.
ലഹരി പിടിച്ച് തൻ്റെ കൂടാരത്തിൻ്റെ വസ്ത്രം നീങ്ങിക്കടന്നു. ആമേൻ, സ്തോത്രം. ഇതാ നോഹയ്ക്ക് സംഭവിച്ചേ. നോഹയുടെ ജീവിതം എന്ന് പറയുന്നത് കർത്താവിൻ്റെ വിടുതലായിരുന്നു. വലിയൊരു വിടുതൽ കണ്ടെത്തി. തൻ്റെ ഹാർഡ് വർക്കിങ്ങും താൻ കഷ്ടപ്പെട്ട് പെട്ടകം ഉണ്ടാക്കി ആ പെട്ടകത്തിലൂടെ ദൈവം വിടുവിച്ച്. ജനം മുഴുവനും നഷ്ടപ്പെട്ടു, തന്നെ മാത്രമേ ദൈവം വീണ്ടെടുത്തുള്ളൂ. പക്ഷേ ഇപ്പം വന്നപ്പോൾ തൻ്റെ പ്രയോറിറ്റി മാറിപ്പോയി. തനിക്ക് തൻ്റെ ആത്മീയ അനുഭവങ്ങൾ തന്നെ നിലനിർത്തിയില്ല. താൻ ചിന്തിച്ചു മുന്തിരിത്തോട്ടമൊക്കെ ഉണ്ടാക്കി മുന്തിരിത്തോട്ടത്തിൻ്റെ ആ സമൃദ്ധി, ആ മുന്തിരിയുടെ ചാറൊക്കെ ഒന്ന് കുടിച്ച് മത്തരായി. എന്തുപറ്റി? താൻ നഗ്നനായി കിടന്ന് അടുത്തൊരു തലമുറ നശിച്ചുപെട്ടു. ഇത് നമുക്കുള്ളൊരു വലിയൊരു വാണിങ്ങാണ്. ദൈവം നമ്മളെ കഷ്ടതയിലൂടെ കടത്തി വിടുമ്പം നമ്മൾ ആ കഷ്ടതയിൽ നിന്ന് ഉളവാകുന്ന ആത്മീയ അനുഭവത്തെ മറന്നിട്ട് ആ വിടുതലിനകത്ത് സന്തോഷിക്കും. അപ്പോൾ എന്ത് സംഭവിക്കും? നമ്മൾ കംഫർട്ടാണ്, എല്ലാം സമൃദ്ധിയാണ്. എന്ത് സംഭവിച്ചു? നോഹയ്ക്ക് പറ്റിയതുപോലെ നമുക്കും പറ്റും. നമ്മൾ ഒരിച്ചിരിയും കൂടെ ഞാൻ ദൈവാത്മാവ് വളരെ വ്യക്തമായിട്ട് പറഞ്ഞതുകൊണ്ടാണ് ഞാനിത് ചിന്തിക്കുന്നത്. ഇതൊരു റിമൈൻഡർ, ഇറ്റ്സ് എ വാർണിംഗ് ഫോർ അസ്. ദൈവം നമ്മളെ ഒത്തിരി കഷ്ടങ്ങളിലൂടെ കടന്ന് വ്യക്തിപരമായിട്ട് നമ്മളൊന്ന് ചിന്തിച്ച് നോക്കുക. ദൈവം ഞാൻ കഷ്ടതയിൽ കടന്നു പോയപ്പോൾ ദൈവം എന്നെ ഏൽപ്പിച്ച ശക്തിയേറിയ ഒരു അകത്ത മനുഷ്യനുണ്ടായിരുന്നു, അല്ലേ? ബലപ്പെട്ടൊരു മനുഷ്യൻ, ഒന്നിലും കുലുങ്ങിപ്പോകാത്തൊരു മനുഷ്യൻ. ആമേൻ. ദൈവത്തോട് കൂടിരുന്ന് ദൈവത്തിൽ നിന്ന് പ്രാപിച്ചത്. പക്ഷേ ആ വിടുതൽ കിട്ടിക്കഴിഞ്ഞപ്പോൾ, വിടുതലൊക്കെ ദൈവം തന്നു, പക്ഷേ ഇപ്പോൾ എന്നെ മുമ്പോട്ട് നടത്തുന്നത് ആ വിടുതലാണോ, ആ കഷ്ടതയുടെ ആത്മീയ അനുഭവങ്ങളാണോ? ഒരു നിമിഷം പ്രാർത്ഥിക്കാൻ ഞാൻ നിർത്താൻ പോവുക. സ്വർഗീയ പിതാവേ, നന്ദിയോട് സ്തോത്രം. കർത്താവേ, ഇന്ന് ദൈവത്തിൻ്റെ ആത്മാവ് ഞങ്ങളോട് സംസാരിച്ചല്ലോ അപ്പാ. അങ്ങ് ഞങ്ങളെ നടത്തി, ഞങ്ങളുടെ കഷ്ടതയിൽ ഞങ്ങളുടെ കൂടിരുന്ന ദൈവമാണ് കർത്താവേ. അങ്ങ് നൽകിയ നല്ല ആത്മീയ അനുഭവങ്ങളാണ് ഞങ്ങളെ മുമ്പോട്ട് നടത്തുന്നത് കർത്താവേ. അത് തന്നെ ആകണമേ കർത്താവേ. ഞങ്ങളുടെ സമൃദ്ധിയും ഞങ്ങളുടെ വിടുതലുകളും ഒന്നും കർത്താവെ ദൈവം തന്ന ആത്മീയ അനുഭവത്തെക്കാൾ വലുതല്ലെന്ന് ഞങ്ങൾ അറിയുന്നു കർത്താവെ. ഇന്ന് രാത്രി സഭയോട് സംസാരിച്ചതിനായി സ്തോത്രം. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ.